വയനാട് ദുരിതബാധിതരുടെ ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. പുനഃക്രമീകരണത്തിൽ ഒരു വർഷത്തെ മൊറട്ടോറിയം ഉൾപ്പെടുമെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. വായ്പയിൽ ബാക്കിയുള്ള തുകയും പലിശയും പുതിയ വായ്പയായി കണക്കാക്കും. വായ്പാ തിരിച്ചടവിന് കൂടുതൽ സമയം നൽകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. രേഷ്മ ബാബു വിവരങ്ങൾ നൽകും. രേഷ്മ, ഇവിടെ ഈ വീടൊക്കെ ഒലിച്ചു പോയവർക്ക് കെട്ടിട നികുതിയുടെ ബില്ല് കെട്ടിട നികുതിയുടെ നോട്ടീസ് കിട്ടിയ സാഹചര്യം പോലും ഉണ്ട് പഞ്ചായത്ത് വക. എന്താണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്? ഒരു വർഷത്തേക്ക് വായ്പ പുനഃക്രമീകരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മൊറട്ടോറിയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും വായ്പയുടെ പുനഃക്രമീകരണം ഉണ്ടാകുക. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് മൊറട്ടോറിയം ഒന്നും തന്നെയല്ല ഇക്കാര്യത്തിൽ വേണ്ടത്, അത് പോരാ, മറിച്ച് വായ്പ എഴുതിത്തള്ളുവാനായിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കണം, അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണം എന്നുള്ളതാണ് ജസ്റ്റിസ് A.K. ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഓൺലൈനായിട്ട് ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളിൽ ഒരു ശുഭപ്രതീക്ഷയുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിനുള്ളിൽ വായ്പാ തിരിച്ചടവുകൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ എഴുതിത്തള്ളൽ ഇപ്പോൾ നിലവിൽ ഈ ബാങ്കേഴ്സ് സമിതിയുടെ ശുപാർശയിൽ ഇല്ല എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മൊറട്ടോറിയവും ഒപ്പം തന്നെ വായ്പയുടെ പുനഃക്രമീകരണവുമാണ് ബാങ്കേഴ്സ് സമിതിയുടെ ശുപാർശയിൽ. അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ബാങ്കേഴ്സ് സമിതിയുടെ യോഗത്തിന്മേലെടുത്തിട്ടുള്ള തീരുമാനം. ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള സത്യവാങ്മൂലം ഫയൽ ചെയ്യാനായിട്ടാണ് കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് ബാങ്കേഴ്സ് സമിതി നിശ്ചയിച്ചിട്ടുള്ള ശുപാർശകൾ, കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള ശുപാർശകൾ ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ ശുപാർശകൾക്കാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാർ നൽകുകയും വേണം. എന്തായാലും നിലവിൽ ഹൈക്കോടതിയിൽ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് 31/12, അതായത് ഈ വർഷം ഡിസംബർ 31 വരെ സംസ്ഥാന സർക്കാരിന് ഈ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് വിനിയോഗിക്കാനുള്ള കാലാവധി നീട്ടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഒരു സത്യവാങ്മൂലവും ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് വിവിധ വകുപ്പുകൾക്ക് നേരിട്ട്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഏജൻസികൾക്ക് നേരിട്ട് തന്നെയായിരിക്കും അക്കൗണ്ടിൽ പണം എത്തുക. ഇതിന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അത് ധനകാര്യ വകുപ്പ്, അതായത് സംസ്ഥാന വകുപ്പ് നൽകുകയും വേണം. എന്തായാലും സംസ്ഥാന സർക്കാരിനുള്ള ഫണ്ട് വിനിയോഗ കാലാവധി ഡിസംബർ 31 വരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഹൈക്കോടതി പ്രസ്തുത ഹർജി ഏപ്രിൽ 9 മാറ്റിയിരിക്കുകയാണ്. ഇതിൽ കൂടുതലായിട്ട് ഹൈക്കോടതി പരിഗണിക്കുന്നത് വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ആഴ്ച ബാങ്ക് ഓഫ് ബറോഡ ദുരിതബാധിതരുടെ വായ്പാ തിരിച്ചടവ് നടപടികൾ ആരംഭിച്ചിരുന്നു. ഇക്കാര്യത്തിലും കേന്ദ്ര സർക്കാർ ഇന്ന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതായത് ബാങ്ക് ഓഫ് ബറോഡ വായ്പാ തിരിച്ചുപിടിക്കൽ നടപടികൾ നോട്ടീസ് നൽകിയ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആ നോട്ടീസ് പിൻവലിക്കപ്പെട്ടു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ മുഖേന ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 9-ാം തീയതി വീണ്ടും പ്രസ്തുത ഹർജി ഹൈക്കോടതി പരിഗണിക്കും. അന്ന് ഈ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ബാങ്കേഴ്സ് സമിതിയുടെ ഏതൊക്കെ ശുപാർശകൾ തങ്ങൾ അംഗീകരിച്ചെന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകും. വീണ, ശരി രേഷ്മ.